എവിടെ പോകുന്നു മോനെ? മോനെ നിങ്ങ എങ്ക പോറേ? അവൻ കൊറേ ദിവസമായി. ഇപ്പം പഴയതുപോലെ കൊണ്ടുപോകാൻ പറ്റൂല, അവൻ ചാടിപ്പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോകാം. മോനെ ഇറങ്ങി കുട്ടിയായി, അതുകൊണ്ട് ഇന്ന് അങ്ങനെ അവൻ കേറി വരാറില്ല ഓവറായിട്ട്. ഇന്നായപ്പോ അവൻ എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് ചെല്ലം പോലെ എന്നെയും കൊണ്ടുപോവൂല. അവന്റെ പാവം നോക്ക്, ഇങ്ങനെയാണ് എന്നെ പോവൂല. ഇറങ്ങി ബാ. വേണ്ട 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 വേണ്ട, പിന്നീട് കൊണ്ടുപോവാ, പിന്നീട് കൊണ്ടുപോവാ. വേണ്ട 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 വേണ്ട, കൊണ്ടുപോവാൻ പറ ചേച്ചി. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പാവം പോലെ ഇരുന്നോളാം. പാവവും ഇല്ല, നീ എരുമയാണ്. ഇറങ്ങ്. നിന്നെ എനിക്ക് 2 ദിവസം വീട്ടിൽ ഇവിടെ കടന്നാ മതി. ഇനി ഇറങ്ങി, ഓട്ടത്തിന്റെ രാജാവാണ് നീ ഇപ്പം. മതി മതി, നീ കൂടുതൽ ഷോ കാണിക്കണ്ട. വേണ്ട, ഇല്ല, അമ്മ പോയിട്ട് വാ. എനിക്ക് പാവം ഇല്ല ഇല്ല, അമ്മയ്ക്ക് പാവം തോന്നും കൊറേ. അവസാനെ നിന്നെ എല്ലാരും കൂടി തല്ലി. കുഴപ്പമില്ല കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നീടാവട്ടെ, കൊണ്ടുപോവാമേ അമ്മ. പിന്നീടാവട്ടെ, ഭയങ്കര പിന്നീടാവട്ടെ. കുശുമ്പൊന്നുമല്ല, പിന്നീടാവട്ടെ. മതി. ഈ മുഖം കണ്ടിട്ട് കണ്ട് ഇവ ഓടുമ്പോ ഇതേ മുഖം തന്നെ തിരിച്ചു വരുമ്പോഴും. ഇത് പാവോടി. ഒരു സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് ഒരു സമാധാന കേടുമില്ല. ഇല്ലെങ്കിൽ നിനക്ക് നീ കൊച്ച് അവന്റെ ആന്റിമാർക്ക് എന്തൊരു ഹൃദയം, ലോല ഹൃദയമാണ്. അവന്റെ ബിന്ദു ആന്റി ഉണ്ട്, ബിന്ദു ബാംഗ്ലൂർ ആന്റി ഉണ്ട്, ഗീത ആന്റി ഉണ്ട്, ഭീമ ആന്റി ഉണ്ട്. ഭീമ ആന്റി ഉണ്ട്, സിന്ധു ആന്റി ഒന്നും ഇപ്പൊ കാണാനില്ലല്ലേ ഒക്കെ. നമുക്ക് ഇപ്പൊ കൊറേ പേരെ കാണാനില്ല. ദീദി ആന്റി ഉണ്ട്. അയ്യോ, ഇവർക്കൊക്കെ സങ്കടമാവും ഇങ്ങനെ ഇരുത്തിയിട്ട് പോയാ. ഒരു സങ്കടം. ദിൽഷ ചേച്ചിയുണ്ട്, പിന്നെ ടാനി ചേച്ചിയുണ്ട്. അവർക്കൊക്കെ വിഷമാവും. കൊച്ചിന് ഒരു റൗണ്ട് കൊണ്ടുപോയില്ലല്ലോ, നമ്മൾ ഇനി നോക്കിക്കോ, നമ്മളെ മനസ്സ് എന്ത് അവള് പറയാം. ജിസേല് പറയുമ്പോ എന്റെ കൃതി പോണില്ലേ നീ? നിന്റെ ഹൃദയം പൊട്ടിപ്പോവെന്ന് അമ്മ പറഞ്ഞു. അവന്റെ ഹൃദയം എല്ലാം പൊട്ടണം, ആന്റിമാരെ ഹൃദയം. വാ വാ, കേറി വാ, കേറിക്കോ. ഇതാ കണ്ട, ലൂസാണേ. നിങ്ങൾ കാണുമ്പോ ഈ മുടി കൊണ്ട് തോന്നണേണ് ഒരാൾക്കും കൂടി കേറിയിരുന്നോടാ. നീ ഇവിടെ തന്നെ നിന്നോ, തിരിച്ച് ഞാൻ കൊണ്ടുവന്നിട്ട് കാണിച്ചോ. താക്കോല് വേണ്ടേ? ചങ്ക് പൊട്ടണ്ട, ചങ്ക് പൊട്ടിപ്പോ. ആന്റിമാരെ ചങ്ക് പൊട്ടാതെ കൊണ്ടുപോയിട്ട് വരാം. നിർമ്മല ആന്റിയുടെ കാര്യം പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ നിർമ്മല ആന്റിക്കാണ്. പോയിട്ട് പെട്ടെന്ന് വരൂ. പട്ടി അവിടെ കണ്ട ഓടിയത് കണ്ട ഇവൻ. കേറകത്ത് ഇന്നാ ഫോണമ്മ. അവള് കുറച്ചു നേരം എന്തായാലും ഞാൻ കൊണ്ടുവന്ന് ഇറക്കി വിട്ടതല്ലേ. പിന്നെ അവള് 2-3 അടുത്ത് കൊണ്ടുപോയി ഒന്ന് ബാത്റൂമിലൊക്കെ കാണിച്ചിട്ട് അകത്ത് കയറ്റി. പിന്നെ ഞാൻ വരുന്നേരം അവിടെ കെട്ടിയിട്ടു, ഗേറ്റും തുറന്നിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് കട്ട വെയിറ്റിംഗ് ആയിരുന്നു അവൻ. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാ ഈ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ വരുന്നേരെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ദിവസമായി അവനെ ഒന്ന് കുളിപ്പിച്ചിട്ട്. പിന്നെ ലോങ് വീഡിയോ ആരും അങ്ങനെ അധികം കാണാറില്ല. ഇപ്പം ഷോർട്ടിലായാലും കമൻ്റൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. സ്ഥിരം ഇടുന്ന 4-5 പേരുണ്ട്. നിർമ്മല ചേച്ചി, നമ്മളെ ബിന്ദു, അതുപോലെ ഗീത ചേച്ചി, ദിൽഷ, ടാനി, അവരൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ പിന്നെ ബിന്ദു മറ്റേ സുരേഷ്, അത് ബാംഗ്ലൂർ, ആ ചേച്ചി ഇപ്പം കാണാനില്ല. അതുപോലെ ഇങ്ങനെ നിങ്ങളൊക്കെ പോയാൽ പിന്നെ നിങ്ങളെ ഒരു കമൻറ്റും അതൊക്കെ കണ്ട് തന്നെയാണ് വീണ്ടും നമുക്ക് വീഡിയോ ഇടാനുള്ള. വേറെ വലിയ കണ്ടന്റ് ഒന്നും എനിക്കില്ല. ഗുണ്ടുവിൻ്റെ ഈ കുഞ്ഞു വീഡിയോസേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അപ്പോഴപ്പോഴാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പം നിങ്ങളെയൊക്കെ മെസ്സേജ് കാണാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമം. പിന്നെ റിപ്ലൈ തരണത് ഈ 4-5 വീഡിയോ ഒക്കെ ഇടും, പറ്റണതുപോലെ ഞാൻ റിപ്ലൈ തരാറുണ്ട്.
ചില സമയമൊക്കെ വീട്ടിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം, അതിൻ്റെ വോയിസ് ഇടണം, പിന്നെ അതുപോലെ തന്നെ കുറേ തിരക്ക്, വീട്ടിലെ ജോലി, തോട്ടത്ത് പാലെടുക്കാൻ പോകണം, ഗുണ്ടുവിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇതിനിടയിൽ ചിലപ്പം വായിച്ച് ഞാൻ അങ്ങ് ചിരിക്കും കേട്ടോ. പക്ഷേ പിന്നീട് ചിന്തിക്കും, അയ്യോ അതിനൊരു റിപ്ലൈ കൊടുക്കണമല്ലോ. ചിലപ്പോൾ ഒക്കെ രാത്രി ഇരുന്നൊക്കെ ഞാൻ എല്ലാവർക്കും പറ്റണിടത്തോളം ഞാൻ കമൻറ്റ് തിരിച്ചിടാറുണ്ട്. പിന്നെ നിങ്ങളും കഷ്ടപ്പെട്ട് തന്നെയാണ് എഴുതണതെന്ന് എനിക്കറിയാം. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. നിങ്ങളെല്ലാവരും വന്ന് കമൻ്റ് ഇടണം, എല്ലാം നമ്മൾ വായിക്കും കേട്ടോ. വായിക്കാതെ ഒന്നും ഒരു മെസ്സേജ് പോലും ഇല്ല. അപ്പം ഗുണ്ടുവിനെ ഒന്ന് കുളിപ്പിക്കണം കണ്ടാലോ. പണ്ട് കുഞ്ഞിലെ ചാടി വരുന്ന ഒരു വീഡിയോ, പഴയൊരു വീഡിയോ, നിങ്ങൾക്കത് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ലാസ്റ്റ് ഇടാം. ഒന്ന് ലാസ്റ്റ് കണ്ടു നോക്കണേ. ഗുണ്ടു അവ എന്തിനാണ് സംഭവം നോക്കിയാണ്. ഗുണ്ടു എടാ നിന്നെ കുളിപ്പിച്ചാൻ പോണടാ. ഇവക്ക് വരട്ടില്ല, ഞാൻ വരൂല, എന്നെ പിടിക്കണ്ട, ഞാൻ വരൂല. പോയല്ലോ നാദാ. അതിന് പതയുണ്ടായില്ലേ? അമ്മ ഞാനൊരു പാവല്ലേ. ഇന്നലെയും കൂടെ മഴ പെയ്തതേ ഉള്ളു, അപ്പോഴാണ് വേനല്. എന്നെ വിടൂ, എന്നെ വിടൂ, എന്റെ കൊച്ചു മുതലാളി, എന്നെ വിടൂ. ഞാൻ എണീറ്റ് നിന്നോളാം മുതലാളി. അയ്യോ, ഞാൻ എന്തൊക്കെ അനുഭവിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. വരൂല, എന്നെ പിടിക്കണ്ട, ഞാൻ വരൂല. എന്റെ ഒരു മുഖമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. കുളിക്കുമ്പോ എന്റെ വേറൊരു മുഖമാണ് നിങ്ങൾ കാണുന്നത്. കണ്ണടച്ച് കുളിക്കുന്നത് പോലെ കഴിക്കാം. ഞാൻ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ട്, ഞാൻ കണ്ണടച്ചിരിക്കാൻ ഞാൻ കണ്ട്. വെള്ളം കോരി ഒഴിക്കാതിരുന്നാ മതി. ഇങ്ങനെയൊക്കെ മസാജ് ചെയ്യണം അവന് ഇഷ്ടമാണ് കേട്ടാ. എനിക്കും ആ പ്രീമിയം ക്വാളിറ്റി ബാത്തിങ് വല്ലതും കിട്ടുമോ? തണുക്കണ ഇപ്പൊ കുളിപ്പിച്ചേക്കാം. നടക്കും കേട്ടാ. ഗുണ്ടുന്റെ മറ്റൊരു മുഖമാണ് നിങ്ങൾ കാണുന്നത്. ശരി, നമുക്ക് എണീറ്റ് നിന്ന് കളിക്കാനുള്ളത് കളിക്കാം. അയ്യോ പോകരുത്, വരൂ, സോപ്പ് വന്ന് പോട്ടെ. ഇവിടെ ശരി മതി. മതി. യെസ്, ഞാൻ എണീറ്റ് നിന്ന് നടന്നു പോയിക്കോളാം. കുളിക്കുമ്പോ എണീറ്റ് നടന്നു പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? എപ്പോഴും എണീക്കാൻ എനിക്ക് നിങ്ങൾ പൈസയൊന്നും തന്നിട്ടില്ല. വെള്ളം അലർജിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ ഇനി നിന്ന് കുളിക്കും, ഇരുന്ന് കുളിക്കും, നടന്നു കുളിക്കും. എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഞാൻ നിന്ന് കുളിക്കും, നടന്നു കുളിക്കും, ഇരുന്ന് കുളിക്കും. ഒന്നും കൂടെ അത് കാണിച്ചാമ്മ. ഓക്കെ,
ഇനി ഒന്നുകൂടി അതിന് കേറാൻ സമയമായില്ല. കുളിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടാണ്. ഓരോ ഷോ കാണിക്കണം അമ്മ പറയണത് പോലെ. ഓക്കെ, നടന്നോ കുണ്ടോ? ആക്ഷൻ. ഓ മൈ ഗോഡ്. എന്റെ കൈവിട്ട് പോകാനുള്ള നിന്റെ നടപ്പൊക്കെ എനിക്കറിയാം. ഇങ്ങനെ നിന്നു. അവിടെ നില്ലേ? എന്നെ വിടൂ, എന്നെ വിടൂ. പോണ്ടേ? ഞാൻ പറഞ്ഞ അനുസരണം ഉള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അമ്മ പറയുന്നെല്ലാം കേൾക്കും. കുളിക്കുന്നതൊഴിച്ച് തിന്നുന്നതൊഴിച്ച്. പിന്നെ എന്തിനാണ് തല ഓർക്കാൻ മാത്രം വന്നിരുന്നേര്? ആകെ ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും, കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ ഓടും, ഉറങ്ങാൻ പറഞ്ഞാൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങും. പിന്നെ ചെരുപ്പ് കടിക്കല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ദൂരെ എവിടെയെങ്കിലും പോയിരുന്ന് കടിക്കും. കഴിഞ്ഞോ കഴിഞ്ഞോ? ഇവിടെ മൂടി ഇരുന്നോയേ കുറച്ച് നേരം, വെള്ളം തോരുന്നേരം കേട്ടാ. ഇവിടെ തണുപ്പിനായിരിക്കും. നീ വെച്ച് കൊടുക്കണം നോക്ക്. പൊന്നെ പൊന്നെ എന്റെ പൊന്നെ. മതിയല്ല ഗുണ്ടുശി, ഗുണ്ടുശി, ഗുണ്ടുശി. എവിടെ നോക്കട്ടെ. ചേച്ചി പോകുന്നു. എവിടെയടി പോകുന്നേ? ഗുണ്ടു ഗേറ്റ് തുറന്നിട്ടും നമ്മളെ കൊണ്ടുപോകില്ലെന്ന് അറിയാന്നുള്ളത് കൊണ്ട് മാത്രം. എന്നാലും ഗുണ്ടു നിന്നെ കണ്ടിട്ട് ഇറങ്ങി വരുന്നില്ല. ഞാൻ പോയാലേ വരുവുള്ളെന്നോ തോന്നുന്നു. ഇറങ്ങണോ വേണ്ടെന്നൊക്കെ ആലോചിക്കണുണ്ട്. ഉണ്ടാ നോക്കട്ടെ കാല്. എന്നെയും കൂടി കൊണ്ടുപോവോ? എവിടം വരെ വരുമോ നോക്കട്ടെ. മതിയാ? കുറേ നാളായിട്ട് ഇപ്പൊ വീഡിയോയിലും ഒന്നും ഇടത്തില്ല. വോയിസ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് എങ്കിലും ഇട്ട് വീഡിയോ ചെയ്യുമായിരുന്നു. ഞാൻ ഫുൾ എക്സാമിന്റെ തിരക്കിലായിരുന്നു. എനിക്ക് ഓണത്തിന് മുന്നേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ 2 പരീക്ഷ, ഓണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 എക്സാം, അങ്ങനെ ഫുള്ള് ബിസി ആയിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ബ്രെയിനൊക്കെ ചില്ല് ചെയ്യാൻ വേണ്ടി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നെയ്യാർ ഡാം. അപ്പോൾ നെയ്യാർ ഡാം പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഫ്രണ്ട്സുമായിട്ട് നമ്മളിങ്ങനെ രണ്ട് ഫ്രണ്ട്സ് വന്നില്ല കേട്ടോ, അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ ഇവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നെയ്യാർ ഡാം. അപ്പം ഓണത്തിന് വരണം. ഓണമാണ് ഇവിടെ പൊളിക്കുന്നത്. അടിപൊളിയാണ്. ഈ ഓണവും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു അവസ്ഥയില്ലായിരുന്നു. കാരണം ഫുൾ എക്സാമിന്റെ ഇത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ഓണത്തിന് വന്നായിരുന്നു. എന്നാലും വീഡിയോ ഒന്നും വലുതായിട്ട് എടുത്തിട്ടില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ കുറച്ച് ലവ്ലോലിക്ക വാങ്ങിച്ചു. അവിടെ നിന്ന് ഉപ്പിലിട്ട ലവ്ലോലിക്ക ഒരുപാട് സാധനം ഉണ്ടായി. മാങ്ങ, എനിക്ക് വായിൽ വെള്ളം ഇപ്പോഴേ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതറിയോ, പുളിമുട്ടായി. അപ്പം ഇതെന്റെ കൂട്ടുകാരി അഹല്യാണ്, അവൾക്കും ഇഷ്ടപ്പെട്ട ഇത് ഗായത്രി, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നെല്ലിക്കയൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് ഞങ്ങളിനി വീട്ടിൽ പോവാണ്. നല്ല വെയിലാണ് കേട്ടോ, ഉച്ചയ്ക്കൊന്നും നിൽക്കാൻ പറ്റില്ല. രാവിലെ വന്നിട്ട് പോവാണ്. അപ്പൊ അവര് പോവാണ്. അങ്ങനെ അവർക്ക് താറ്റയും കൊടുത്ത് അവര് പോയി.
പിന്നെ ഞാനും ഇങ്ങ് വീട്ടിൽ പോന്നു. വീട്ടിലോട്ട് പോണ വഴിക്ക് ഞാനൊരു സ്പോട്ട് കാണിച്ചു തരാവേ. ഇതൊരു ഹിഡൻ സ്പോട്ടൊന്നുമല്ല, ഇത് നെയ്യാർ ഡാമിന്റെ കൂടെ ഉള്ള സ്പോട്ട് തന്നെയാണ്. ഈ കാഴ്ച കാണാൻ വളരെ മനോഹരമായിരുന്നു. ഇവള് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു വന്നപ്പോ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ പൂച്ചയും അതുപോലെ ഒരു എല്ലാരും കൂടി ഉള്ള ഒരു സൗഹൃദം ഇവിടെ ഉണ്ടല്ല. എനിക്ക് ഒരു ഗുണ്ടുവും പൂച്ച പാവം വെളിയിൽ നിർത്തിയിട്ടാണ് ഇവളെ, അവന് ഫുഡ് കൊടുക്കാൻ പോലും അവക്ക് സമ്മതിക്കൂല ഏട്ടാ ഇവിടുത്തെ ഗുണ്ടു. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം ഗുണ്ടു ഈ പറഞ്ഞതുപോലെ പൂച്ചയായിട്ടൊക്കെ നല്ല കൂട്ടായിരുന്നു, കുഞ്ഞായിരുന്നു. അപ്പൊ പക്ഷെ ഇപ്പൊ ഭയങ്കര വീട്ടിൽ ഒരു കുശുമ്പാണ് ഗൈസ്, എല്ലാത്തിനും കുശുമ്പ്. നമുക്ക് കുശുമ്പ് എന്നൊരു പാവം വലുതാകുമ്പോ ആണല്ലോ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. കൊച്ചിൽ നമ്മൾ നിഷ്കു വലുതാകുമ്പോഴാണ് പറഞ്ഞത്. അപ്പം ഇതാ കണ്ടോ, എല്ലാവരും ആയിട്ട് ഒത്തുജീവിച്ച് പോകുന്ന ഒരു കൂട്ടുകുടുംബമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ നെയ്യാർ ഡാമിന്റെ വേറൊരു സൈഡാണ്. നല്ല രസമില്ലേ, ഇവിടെ നല്ല കാറ്റും നമ്മൾ ഈ കടലിലൊക്കെ പോയി ഇരിക്കുമ്പോൾ ഉള്ള ഒരു ആ കാറ്റ് വീശലും ഒക്കെ ഉണ്ട്, നല്ല രസമാണ്. പല പ്രാവശ്യം അവള് കോളേജിൽ പോകുമ്പോ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുവഴിയാണ് അവള് പോണത്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരേ ഉള്ളൂ ഞങ്ങക്ക്. അച്ഛനെ കടി, അച്ഛനെ കടിച്ചോ, ഒരു കടി വെച്ചോട്, ഒരു കടി വെച്ചോടാ. എത്ര ദിവസമായി അച്ഛന്റെ കൂടെ ഇനി പോവും. ഓ ഇങ്ങോട്ട് നോക്കട്ടെ. ാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഗുണ്ടുവിന്റെ ഈ സമയം വരെ ഒരു 7 മണി വരെ ഉള്ള കാര്യം. ഇനി ലാസ്റ്റ് ഇനി ഒരു ബാത്റൂമിൽ പോയിക്കൊണ്ട് അത് ഇനി ഉറക്കോ മാത്രമോ. ഇവിടെ കൂക്കുവിളിയും പിന്നെ കാവൽക്കാരന്റെ ഇവിടത്തെ വിളിയൊക്കെ ഉണ്ട്. റോഡേ കൂടി ഒരു അനക്കം കേട്ടാൽ മതി, ഇവിടെ ആരെയും ഉറങ്ങാൻ സമ്മതിക്കൂല. പിന്നെ ഇനി ഫുഡ് കഴിക്കാനുണ്ട്. ഇതൊക്കെ ഇനിയുള്ള ജോലി. പിന്നെ ഇത് ഗുണ്ടു പണ്ട് ഓടി വരൂ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അമ്മാമ്മരെ വീട്ടിൽ നിന്ന്. ആ ഒരു ഫുൾ വീഡിയോ ഞാൻ പണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവന് ഒട്ടും ഇഷ്ടമില്ല വീട്ടിൽ ഇവിടെ വന്നാലും തിരിച്ചു പോവാൻ ഇഷ്ടമില്ല. പിന്നെ പാല് കുടിക്കണ ആരുമൊക്കെ ഓർമ്മ വരുമ്പോഴാണ് ഞാൻ പിന്നെ കൊണ്ട് താഴോട്ട് പോണത്. അപ്പൊ ഒന്ന് കണ്ടല്ല, അവൻ വിളിച്ചാലൊന്നും വരൂല. കുറേ നേരം അവിടെ ഇരുന്നിട്ടും കണ്ട ഞാൻ വാവാന്ന് വിളിച്ചിട്ടൊന്നും പണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇരിക്കുവായിരുന്നു. നിങ്ങൾക്കറിയാം പണ്ട് കൊണ്ട് റോഡിലൊന്നും ഇറങ്ങൂല, ഇങ്ങനെ ഇരിക്കേ ഉള്ളുവായിരുന്നു. നല്ല അനുസരണമുള്ള കുട്ടിയായിരുന്നു, വളർന്നപ്പോഴാണ് ഇങ്ങനെയായ. അപ്പൊ ഒന്ന് കണ്ടാലോ അവൻ തിരിച്ചൊക്കെ ഓടുന്നതുണ്ട് കേട്ടാ. അപ്പൊ ഇനി ഓൺ വോയിസില വരുന്നില്ലേ, ഓടി വാ, ഓടിച്ചാടി ഓടിവാ, വണ്ടി വരുന്നുമ്പോ ഓടി വാ. എങ്കിലും എനിക്കൊരു പേടിയാണ്. ഞാനതുകൊണ്ട് റോഡ് കഴിച്ചു വിടാന്ന് വിചാരിച്ചു. എടാ വാടാ, എടാ വാടാ. പിന്നെ ഞാൻ പോയിട്ട് കരയരുത്, പിന്നെ ഞാൻ പോണു. ഞാനും കൂടി കൊണ്ടുപോകാൻ എത്രയോ വായിൽ കിട്ടി. ഇവിടെ വേണ്ട റോഡ് കഴിച്ചു വിട്ടാലേ ശരിയാവുള്ളൂ എൻ്റെ കൊണ്ടുവിനെ. ഇതാണ് നമ്മൾ അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോണ വഴി. വേണ്ട ബാ. എൻ്റെ കൂടെ വരികയാണ്. ഓ ഞാൻ വരുന്നുണ്ട്, നീ നടാൻ മുമ്പേ വഴി അറിയാലോ. വാടാ. വഴിയിലൊന്നും വേറെ വീടില്ല, പിന്നെ റോഡ് ക്രോസ് ചെയ്യണമെന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ, ബാക്കി ഒന്നും പേടിക്കാനില്ല. ഇവിടെ ഇതാ ഓടി പോവുകയാണ്. അമ്മേരെ വീട് കണ്ടോ, അമ്മയെ നോക്കി നിപ്പുണ്ട്. ഞാനും കൂടി വരട്ടടാ.
വീടെത്തിയപ്പോ എന്നെ വേണ്ടേ? ഇതാണ് നമ്മുടെ ഡോഗിനെ കിടത്തുന്ന സ്ഥലം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ആന്റിമാരെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പൊ എല്ലാ ആന്റിമാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാ ആന്റിമാരും ഇതിന്റെ താഴെ എനിക്ക് സുഖമാണെന്നും പറഞ്ഞുള്ള കമന്റ് വേണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പൊ ബൈ ബൈ ആന്റിമാരെ, പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ബൈ ബൈ.